കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ആശ്വാസമായി UDF സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിച്ചു. നിലവിലെ പ്രഖ്യാപനം വിപണിയിലെ വിലയിടിവിൽ നിന്ന് റബ്ബർ കർഷകർക്ക് വലിയ സാമ്പത്തിക സംരക്ഷണം നൽകും. റബ്ബർ കർഷകർക്ക് ലോട്ടറി. വി.ഡി. സതീശൻ സർക്കാരിന്റെ കൈത്താങ്ങ് ശരിക്കും ആശ്വാസകരമാണ്. പറഞ്ഞ വാക്കു പാലിച്ചുവെന്ന് കർഷകർ ഒരുപോലെ പറയുന്നു. റബ്ബറിന്റെ താങ്ങുവില 250 ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. റബ്ബർ കർഷകരുടെ ഏറെക്കാലത്ത് ആവശ്യമാണ് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ സാധ്യമായത്. എക്കാലവും തെരഞ്ഞെടുപ്പുകളിലെ പ്രധാന വിഷയം തന്നെയാണ് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ. എന്നാൽ എല്ലാ കാലവും ഇത് സംബന്ധിച്ച് മുന്നണികൾ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇത്തവണ അതല്ല, പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കി. കേരളത്തിനാണ് രാജ്യത്തെ 90% റബ്ബറും ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയം അറിയപ്പെടുന്നത് ലാറ്റക്സിന്റെ നാടായിട്ടാണ്. എന്നാൽ ചെറുകിട കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന കാലവും ഇപ്പോൾ കേരളത്തിലെ കർഷകർ അഭിമുഖീകരിക്കുന്നു. കഴിഞ്ഞ വർഷ സർക്കാരിന്റെ കാലത്തും റബ്ബറിന്റെ താങ്ങുവില 250 ഉയർത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചതാകട്ടെ, സർക്കാർ റബ്ബർ കർഷകരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷം LDFന് വാഗ്ദാനം പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF സർക്കാർ റബ്ബർ വില 200 രൂപയായി ഉയർത്തി. എന്നാൽ ഈ സമയം വിപണി വില 200 രൂപയ്ക്ക് മുകളിലായിരുന്നു. കേരളത്തിലെ കർഷകരിൽ 30% മാത്രമാണ് ഇപ്പോൾ ഷീറ്റ് തയ്യാറാക്കുന്നത്. 55% കർഷകരും ലാറ്റക്സായി റബ്ബർ വിൽക്കുന്ന പതിവാണുള്ളത്. 15% കർഷകർ കപ്പിലമ്പായി റബ്ബർ വിൽക്കുന്നു. ലാറ്റക്സ് വിൽക്കുന്നവർക്ക് വില സ്ഥിരത പദ്ധതിയിൽ നിന്ന് കാര്യമായ സാമ്പത്തിക നേട്ടമൊന്നും ലഭിക്കാറില്ല. അതേസമയം വില 250 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കർഷകരും വിവിധ സംഘടനകളും തുടർച്ചയായി ഉയർത്തിയിരുന്ന ഒന്നാണ്. ഇപ്പോൾ റബ്ബർ വിഹിതം 250 രൂപയായി ഉയർത്താൻ സർക്കാരിന് അധിക ചെലവ് വേണ്ടിവരില്ലെന്നാണ് കർഷകരും പറയുന്നത്. ബജറ്റിൽ എല്ലാ കൊല്ലവും റബ്ബറിന് വിലസ്ഥിരത ഫണ്ടിനായി വിഹിതം നീക്കിവെക്കാറുണ്ട്. എങ്കിലും റബ്ബർ വില ഉയർന്നു നിൽക്കുന്നതിനാൽ ചെലവാക്കേണ്ടി വരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ആയതിനാൽ ആ തുക കർഷകർക്ക് നൽകിക്കൊണ്ട് അധിക ബാധ്യതയില്ലാതെ പദ്ധതി സർക്കാരിന് നടപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കർഷകർ തന്നെ പങ്കുവയ്ക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ഉൽപാദനം കുറഞ്ഞതും കാരണം നിലവിൽ റബ്ബർ വില കുതിക്കുന്നതാണ് വിപണിയിൽ ദൃശ്യമാകുന്നത്. ആയതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ RSS 4 നമ്പർ ബോർഡ് വില 276 രൂപയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില 300 രൂപയും കടന്നു. ശരിക്കും കർഷകർക്ക് ആശ്വാസമാകുന്ന 2026-2027 വർഷത്തെ കേരള ബജറ്റ് കർഷകർ തന്നെയാണ് ആഘോഷമാക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി നിശ്ചയിക്കുമെന്ന പ്രഖ്യാപനം അക്ഷരം പ്രതി വി.ഡി. സതീശൻ സർക്കാർ പാലിച്ചുവെന്നും വിലയിരുത്താം. ഇതുകൂടാതെ വരുന്ന 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും ബജറ്റിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ക്ഷീരവികസന മേഖലയ്ക്കായി ആകെ 102.88 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കുട്ടികളിൽ കൃഷി അവബോധം വളർത്താൻ സ്കൂളുകളിൽ പൗൾട്രി ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനും വനം സംരക്ഷണത്തിനുമായി 240 കോടി രൂപയ്ക്ക് മുകളിൽ ബജറ്റിൽ വകയിരുത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.